ഇന്നങ്ങനെ ആദ്യമായിട്ട് അബുദാബി എമിറേറ്റ് വരെ ഒന്ന് പോവുകയാണ്. കമ്പനിയിൽ നിന്ന് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ അബുദാബിയിലോട്ട് അങ്ങനെ നൈസായിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. നമ്മുടെ കമ്പനിയുടെ മുന്നിൽ റോഡ് മൊത്തം ഇപ്പോഴും ഒരു വ്യത്യാസമില്ലാതെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അങ്ങനെ വെള്ളക്കെട്ടുള്ള റോഡിലൂടെ ബോട്ടിൽ പോകും പോലെയാണ് പോകുന്നത് വണ്ടി. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്നും അടുത്ത എമിറേറ്റായ അബുദാബിയിലോട്ട്. ദുബായിലെ 120 സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞ് 140 സ്പീഡ് ലിമിറ്റുള്ള അബുദാബിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 160 വരെ പോവാം. 161 ആയാലേ ക്യാമറ അടിക്കുള്ളൂ. ദുബായിൽ നിന്ന് അബുദാബിയിലോട്ട് പോകുന്ന വഴി മൊത്തം കാടാണ്, രണ്ട് സൈഡും ഫുള്ള് നോക്കത്തോളം നല്ല പച്ചപ്പ്. ഇതേസമയത്ത് ദുബായ് ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ ആകാശം മുട്ട നിൽക്കുന്ന ബിൽഡിങ്സും അപ്പാർട്ട്മെന്റ്സും കൊണ്ട് നിറഞ്ഞാൽ ഇവിടെ പോകുന്ന വഴി മൊത്തം നമുക്ക് കുറേ ദൂരം വെറുതെ കിടക്കുന്നതാണ് സ്ഥലങ്ങളൊക്കെ. പക്ഷെ പോകുന്ന വഴിക്ക് അത്യാവശ്യം ഇവിടെയും വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സൈഡിൽ കൂടി പോകുന്ന വണ്ടികൾക്കൊക്കെ ഒരു വാട്ടർ സർവീസ് കിട്ടും. നമ്മളൊരു ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടെ തിരൂർ ജംഗ്ഷൻ എന്ന് എഴുതി വെച്ചിരിക്കും. അബുദാബിയിലും തിരൂർ ജംഗ്ഷൻ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇതാണെന്ന് തോന്നുന്നു അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. പിന്നെ ദൂരത്താണെങ്കിലും വൈറലായിട്ടുള്ള പൈനാപ്പിൾ ബിൽഡിങ്സ് കണ്ടു. സത്യം പറഞ്ഞാൽ ദുബായിൽ നിന്ന് ഇത്ര ദൂരം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് നല്ല ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോയി. അതിൽ കൂടുതലും ഞാൻ ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തോടെ തിരിച്ചെത്തി റൂമിലോട്ട് നടക്കുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണ് ഈ മറീനയൊക്കെ ചുവന്ന തൊടുത്ത് ദൂരെ കാണാം. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബാക്കി നാളെ